പ്രഗ്നൻസി എന്ന് പറയുന്നത് നാച്ചുറൽ പ്രഗ്നൻസിയെ പോലെ തന്നെയാണ്. പക്ഷേ നാച്ചുറലി പ്രഗ്നന്റ് ആകുന്നതിനെക്കാട്ടിലും കൂടുതൽ മെഡിക്കേഷൻസ് IVF പ്രഗ്നൻസിക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ β-HCG പോസിറ്റീവ് വന്നു കഴിഞ്ഞാലുടൻ നിങ്ങളുടെ ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക, വാല്യൂ ഡോക്ടറെ അറിയിക്കുക. ചിലവർക്ക് β-HCG വാല്യൂ കുറച്ച് ലോ സൈഡിലാണെങ്കിൽ ഡോക്ടർ പിന്നീട് വീണ്ടും ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതോർത്ത് ടെൻഷൻ ആകേണ്ട കാര്യമില്ല. വീണ്ടും 48 മണിക്കൂർ കഴിഞ്ഞിട്ട് β-HCG ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. വാല്യൂ ഡബിൾ ആകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻസി ഹെൽത്തി ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ആദ്യത്തെ അൾട്രാസൗണ്ട് നടത്തുന്നത് വരെ നിങ്ങളുടെ മെഡിക്കേഷൻസ് എല്ലാം ഡോക്ടർ പറയുന്ന പോലെ തന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ടൈമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ചിലപ്പോൾ ചില മെഡിക്കേഷൻസ് ചേഞ്ചും ആകും. അപ്പോൾ β-HCG പോസിറ്റീവ് വന്നാലുടനെ ഡോക്ടറെ ഇൻഫോം ചെയ്യുക. ഡോക്ടർ പറയുന്ന മെഡിസിൻസ് ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ശ്രദ്ധയോടെ ഫോളോ ചെയ്യുക. പിന്നെ ഡോക്ടർ പറയുന്ന മെഡിസിൻസ് അല്ലാതെ വേറെ ഒരു മെഡിസിൻസ് പോലും സ്വന്തമായിട്ട് പ്രഗ്നൻസിയിൽ നിങ്ങൾ എടുക്കാൻ പാടില്ല. കാരണം പ്രഗ്നൻസിയിൽ ആദ്യത്തെ ആഴ്ചകളിലാണ് കുഞ്ഞിൻ്റെ എല്ലാ ഓർഗൻസും ഫോം ആകുന്നത്. ഏതൊക്കെ ആഴ്ചകളിൽ ഏതൊക്കെ മാസങ്ങളിലാണ് കുഞ്ഞിൻ്റെ ഓരോ ഓർഗൻസും ഫോം ആകുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ലിങ്ക് കൊടുക്കാം. ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചില മെഡിസിൻസ് പ്രഗ്നൻസി സേഫ് ആയിരിക്കത്തില്ല. അപ്പോൾ ആ മെഡിസിൻസ് പ്രഗ്നൻസിയിൽ നിങ്ങൾ യൂസ് ചെയ്താൽ കുഞ്ഞിന് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് നേരത്തെ ഡയബറ്റീസോ തൈറോയിഡോ ബ്ലഡ് പ്രഷറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട് എങ്കിൽ അത് നിർബന്ധമായും കണ്ടിന്യൂ ചെയ്യുക. അത് നിർത്താൻ പാടില്ല. ഇത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിലോ തൈറോയിഡ് ഉണ്ടെങ്കിലോ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിലോ പ്രഗ്നൻസിയിൽ ഇതെല്ലാം കൺട്രോൾ ആയിട്ടിരിക്കണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആ മെഡിസിൻസ് എല്ലാം കണ്ടിന്യൂ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. β-HCG പോസിറ്റീവ് ആയിക്കഴിഞ്ഞ് ആദ്യത്തെ അൾട്രാസൗണ്ടിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഒരു മിക്സ്ഡ് ഇമോഷൻ ആയിരിക്കും എല്ലാവർക്കും സാധാരണയായിട്ട് ഉണ്ടാവുന്നത്. കുറേ അധികം ഡൗട്ട്സും കാണും. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് വന്ന് കാണുമോ? ഈ പ്രഗ്നൻസി എല്ലാം നോർമൽ ആയിരിക്കുമോ? ഒരു കുഞ്ഞാകുമോ? ട്വിൻസോ ട്രിപ്ലറ്റ്സോ വല്ലതും ആകാൻ ചാൻസ് ഉണ്ടോ? അതൊക്കെ നിങ്ങളുടെ മനസ്സിലെ ഡൗട്ട്സ് ആയിരിക്കും. യൂഷ്വലി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഏർലി പ്രഗ്നൻസി സ്കാനിന് വേണ്ടിയിട്ട് പറയാറുണ്ട്. ഇതിൽ എക്ടോപിക് പ്രഗ്നൻസി ആണോ എന്ന് ചെക്ക് ചെയ്യും. ഫീറ്റൽ ഹാർട്ട് ബീറ്റ് വന്നോ എന്ന് നോക്കും. എത്ര കുഞ്ഞുങ്ങൾ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. ഒരാഴ്ച കൂടി കഴിഞ്ഞ് വീണ്ടും ഒരു സ്കാൻ കൂടി ചെയ്ത് നോക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതിൽ ഫീറ്റൽ ഹാർട്ട് ബീറ്റ് എന്തായാലും വന്നിട്ടുണ്ടാകും. നെക്സ്റ്റ് IVF പ്രഗ്നൻസിയിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. IVF പ്രഗ്നൻസിയിലും നോർമൽ പ്രഗ്നൻസി പോലെ തന്നെയാണ്. ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യം തീരെയില്ല. ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ബെഡ് റെസ്റ്റ് ആവശ്യമില്ലാതെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ്സ് കൂടും. പിന്നെ നിങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നേരത്തെ ചെയ്യാത്ത കാര്യങ്ങൾ, ഒരുപാട് കട്ടിപ്പണികൾ എല്ലാം ഈ ഒരു സമയത്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് നിർബന്ധം തന്നെയാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഡയറ്റിൽ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ കഴിക്കുന്നത് പോലെ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. പൈനാപ്പിൾ പപ്പായ ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഒരുപാട് കോഫി നിങ്ങൾ കുടിക്കാൻ പാടില്ല. ഒരു 1 കപ്പ് കോഫി ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ചൈനീസ് ഫുഡ്, വെളിയിലത്തെ ഫുഡ്, പ്രോസസ്ഡ് പാക്കേജ് ഫുഡ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇതൊന്നും അല്ലാതെ നോർമലി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഫുഡും ധൈര്യമായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. പിന്നെ കോൾഡ് ഡ്രിങ്ക്സ്, ജങ്ക് ഫുഡ് ഇതെല്ലാം സ്ട്രിക്ട്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പ്രഗ്നൻസിയിൽ കോൺസ്റ്റിപ്പേഷൻ ഒരുപാട് പേർക്ക് ഉണ്ടാവാറുണ്ട്. അത് നോർമലാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഹോർമോണൽ ടാബ്ലറ്റ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഫൈബർ റിച്ച് ഫുഡ് ഡയറ്റിൽ കൂടുതലായിട്ട് എടുക്കാൻ ശ്രമിക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. എന്നിട്ടും കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം മാറുന്നില്ല എങ്കിൽ ഡോക്ടറെ കാണിച്ച് പ്രഗ്നൻസി സേഫ് മെഡിസിൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ചിലവർക്ക് പ്രഗ്നൻസിയിൽ ബ്രസ്റ്റ് ഹെവി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്, പെയിൻ തോന്നാറുണ്ട്. അതൊക്കെ നോർമലാണ്. ചിലവർക്ക് പ്രഗ്നൻസിയിൽ ഒരുപാട് ബാക്ക് പെയിൻ തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു തലേണയൊക്കെ പുറകിൽ വെച്ചിട്ട് അതിൻ്റെ സപ്പോർട്ട് കൊണ്ട് ഇരിക്കാൻ ശ്രമിക്കുക. ചിലവർക്ക് പ്രഗ്നൻസിയിൽ വോമിറ്റിംഗ് അനുഭവപ്പെടാറുണ്ട്. ചിലവർക്ക് ഒരുപാട് വോമിറ്റിംഗ് ഉണ്ടാകാറുണ്ട്. ചിലവർക്ക് തീരെ ഉണ്ടാകാറില്ല. വോമിറ്റിംഗ് കൂടുതൽ അനുഭവപ്പെടുന്നതും തീരെ കാണാതിരിക്കുന്നതും ഇത് രണ്ടും നോർമൽ തന്നെയാണ്. അപ്പം നിങ്ങൾ സ്മോൾ ഇൻ്റർവെല്ലിൽ കുറേശ്ശെ ആഹാരം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. എന്നിട്ടും വോമിറ്റിംഗ് മാറുന്നില്ല എങ്കിൽ ഡോക്ടറെ കാണിച്ച് മെഡിസിൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് സേഫാണ്. പിന്നെ വോമിറ്റിംഗ് ഒരുപാടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പറെമസിസ് ഗ്രാവിഡാരം എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ ഇൻഫോം ചെയ്യുക. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അത് വളരെ വളരെ അത്യാവശ്യം തന്നെയാണ്.
വോമിറ്റിംഗ് IVF പ്രഗ്നൻസി ആയാലും നോർമൽ പ്രഗ്നൻസിയെ പോലെ തന്നെയാണ്. പിന്നെ ചില ആളുകൾക്ക് പ്രഗ്നൻസിയിൽ ഒരുപാട് ടയർഡ്നെസ് തോന്നാറുണ്ട്. ഇത് നോർമലാണ്. അപ്പോൾ ഇതിന് മെഡിസിൻസിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ നിങ്ങൾ ടയർഡ്നെസ് ഫീൽ ആകുമ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡയറ്റിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ IVF പ്രഗ്നൻസിയിൽ നോർമൽ പ്രഗ്നൻസിയെക്കാട്ടിലും കുറച്ച് കൂടുതൽ പ്രാവശ്യം ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ഡോക്ടറിൻ്റെ അടുത്ത് വിസിറ്റ് കാണും. പിന്നെ പ്രഗ്നൻസിയിൽ വാർണിംഗ് സൈൻ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തായാലും ശ്രദ്ധിക്കുക. ബ്ലീഡിങ്ങോ എക്സസീവ് വോമിറ്റിങ്ങോ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പാനിക് ആകാതെ വെച്ചോണ്ടിരിക്കാതെ ഡോക്ടറെ കാണിക്കുക. പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു സുഖമുള്ള ഒരു അനുഭവം തന്നെയാണ്. അതിലെ മധുരം നിങ്ങൾ ഓരോരുത്തർക്കും അനുഭവിച്ചറിയാൻ സാധിക്കട്ടെ. ഈ ഒരു ടൈമിൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ എന്തായാലും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ